ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്നൊരു ട്രിപ്പ് വീഡിയോ ആണ് ഇടുന്നത്. ആലപ്പുഴ ഹൗസ് ബോട്ടിലേക്ക് പോകുന്നൊരു ട്രിപ്പ് വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രാവലർ വന്നിരിക്കണ 26 സീറ്റിൻ്റെ ട്രാവലറാണ്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ കയറ്റി വെക്കുകയാണ്, ലഗേജൊക്കെ അതിനുള്ളിൽ വെക്കുകയാണ്. ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുലർച്ചെ ആയതുകൊണ്ട് നല്ല അടിപൊളി ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. വെളുത്ത് വരുന്നുണ്ട്. നല്ല സൂര്യനൊക്കെ അങ്ങനെ പൊന്തി വന്ന് നല്ല വൈബായിട്ട് കണ്ട് വരുന്നുണ്ട്. മോനെ വൈബ്. അപ്പോഴല്ലേ ഗുമ്മു സൂര്യൻ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കണം. ആക്കണ വല 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 വലേ. നമ്മൾ രാവിലത്തെ ഫുഡിന് വേണ്ടിയിട്ടുള്ള ഒരു ഹോട്ടലിൽ തപ്പി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് രാവിലത്തെ ഫുഡ് കഴിക്കാൻ ഹോട്ടലിൽ പോവാം. ഹോട്ടലിൽ കയറുന്നു. എല്ലായിടത്തും തിന്നു കഴിഞ്ഞു. പക്ഷെ 2 പൂരി ഓർഡർ ചെയ്ത ബിൻഷാദ് ഇപ്പോഴും തിന്നിരിക്കുകയാണ്. നമ്മള് അപ്പൊ ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് ഹൗസ് ബോട്ടിലേക്ക് പോവാണ്. അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പൊ നമ്മളെ ഹൗസ് ബോട്ടൊക്കെ പാർക്ക് ചെയ്ത് തന്നെ ആളുടെ എത്തിക്കുന്നത്. നമ്മളെ ഹൗസ് ബോട്ടാണ് ആ തിരക്ക് നിൽക്കുന്നത്. നമ്മളെ അടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹൗസ് ബോട്ട് നമ്മളെ അടുത്ത് ഏകദേശം ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇടതുകാല് വെച്ചിട്ട് ഹൗസ് ബോട്ടിലേക്ക് കയറാൻ പോവാണ്. കപ്പിത്താനൊക്കെ ഇരുന്ന് അവിടെ എന്തൊക്കെയായിട്ട് തിരിക്കുന്നുണ്ട്. എന്നാൽ സ്റ്റിയറിങ് തിരിക്കുന്നുണ്ട്. വണ്ടിന്റെ കയറൊക്കെ ഊരി കപ്പിത്താൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടി തിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. നമുക്ക് ഇതിൻ്റെ റൂമുകളൊക്കെ ഒന്ന് നോക്കാം. ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത് കയറുമ്പോൾ തന്നെ 2 റൂമാണ് കാണുന്നത്. ഫസ്റ്റ് റൂമാണിത്. നോർമൽ സൈസുള്ള റൂം തന്നെയാണ്. AC ഒക്കെ ഉള്ള റൂമാണ്. അൽമാരും ബാത്റൂമൊക്കെ അതിൽ കാണാം. നല്ല അടിപൊളിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള റൂമാണിത്. ഇതിൻ്റെ കട്ടിങ്ങിലൊക്കെ ശരിക്കും ലൈറ്റ് കത്തും.
അടുത്ത റൂം നോക്കുകയാണെങ്കിൽ ഏകദേശം സെയിം തന്നെയാണ് അടുത്ത റൂം. നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. ഫ്രണ്ടിലായിട്ട് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വെള്ളത്തിലായതുകൊണ്ട് തന്നെ ചുറ്റോറം ഫുള്ള് വെള്ളമാണ് കാണാൻ പറ്റുന്നത്. ഈ സാധനം പറഞ്ഞാൽ വാങ്ങാൻ വേണം അല്ലേ? വേറൊരാളത്തുനിന്ന് ഉപയോഗിക്കുമ്പോൾ രസമാണ്. ഇവിടെ ആയിട്ടൊരു വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വാഷ് ബേസിനും മിററൊക്കെ കാണാം. അതിൻ്റെ ഇടയിൽ കുറേ കളർ കല്ലും ഉണ്ട്. ഇതാണ് താഴത്തുള്ള വേറൊരു റൂം. സ്പീക്കറുകളും DJ ലൈറ്റും ഒരു ഡൈനിങ് ഹാളും 2 ബാൽക്കണിയാണുള്ളത്. ഇരിക്കാനുള്ള സോഫയും സൈഡിലായിട്ട് വേറെ സോഫകളൊക്കെ മേലെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വാളുമത്തെ ഡിസൈനൊക്കെ അടിപൊളിയാണ്. അതിൻ്റെ ഉള്ളിലൊക്കെ കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ മുകളിലും അപ്പോൾ ഇതാണ് മേലത്തെ റൂമുകൾ. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നല്ല സൗകര്യമുള്ള റൂമൊക്കെയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള ബാൽക്കണി. അവിടെ ആയിട്ടും ഒരു ബേസിനും കണ്ണാടിയും കൊടുത്തിട്ടുണ്ട്.
വൈബ് അടിച്ച് ഇങ്ങനെ പോകുമ്പോഴാണ് എടുത്തു കൂടി ഒരു ഐസ്ക്രീം ബോട്ട് വന്നത്. അപ്പോൾ ഒന്നും നോക്കിയില്ല, ഐസ്ക്രീം ബോട്ടിൽ നിന്ന് ഐസ്ക്രീം വാങ്ങി. ഇപ്പുറത്ത് കൂടി സ്പീഡ് ബോട്ടും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ സ്പീഡ് ബോട്ടിൻ്റെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നല്ല ഉണ്ട്. അപ്പോൾ നമ്മൾ ബോട്ട് ഒരു കടേൻ്റെ അടുത്തേക്ക് സൈഡാക്കിയിട്ടുണ്ട്. ഇവിടെ സ്പെഷ്യൽ മീനൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വാങ്ങാൻ പറ്റും. പിന്നെ ഇവിടെ ബാക്കി സ്റ്റേഷനിലെ എല്ലാ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഞങ്ങൾ ചെന്നപ്പോൾ ഇവിടെ ഞണ്ടും പിന്നെ കൊഞ്ചും അങ്ങനത്തെ മീനുകളൊക്കെയാണ് ഉള്ളത്. കരിമീനും ഒക്കെ സ്പെഷ്യലായിട്ട് ഇവിടെ ഉണ്ട്. ഞങ്ങൾ മേടിച്ചത് പക്ഷേ കൊഞ്ചും കരിമീനുമാണ്. പിന്നെ ഞങ്ങൾ ഹൗസ് ബോട്ട് നിർത്തിയതിൻ്റെ സൈഡിലായിട്ട് ഒരു സ്പീഡ് ബോട്ടും മഞ്ഞ കളറിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ള നിങ്ങൾ കണ്ട് മനസ്സിലായിക്കോളി. Let's go. Yo, I'm like an addict. Do I gotta have it? I ain't even playing. Got a really bad habit. അപ്പോൾ എല്ലാ സാധനങ്ങളും ഞാൻ പ്ലേറ്റിൽ എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി കഴിഞ്ഞിട്ട് കാണാം. കാലി പ്ലേറ്റ്. അതുകൊണ്ട് തന്നെ സൂര്യനൊക്കെ അസ്തമിച്ച് വരുന്നുണ്ട്. നമ്മൾ നൈറ്റിൽ ഉറങ്ങാനുള്ള സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ടൊക്കെയാണുള്ളത്. ഇവിടെ ഒരു അടിപൊളി വൈബായുള്ളൊരു പാടം ഉണ്ട് എന്നാണ് പറഞ്ഞത്. അവിടെ പോയാൽ നല്ല അടിപൊളിയിൽ സൺസെറ്റ് ഒക്കെ കാണാമെന്ന് പറഞ്ഞ്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. പിന്നെ ഇവിടെ ഒരു ബോട്ട് ഷെഡിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, നിർത്തി വെച്ചിട്ടുണ്ട്. പാടത്തിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. നല്ല വൈബ് എന്ന് പറഞ്ഞാൽ പൊള്ളി വൈബുള്ള പാടമാണ്. നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു മണ്ണിട്ട റോഡും ഉണ്ട്. വൈബേഷ്.
ഏതോ ഒരു പഴയ പല പോലത്തെ കാണുന്നുണ്ട്. നല്ല ആകാശം. രണ്ട് സൈഡിലും നല്ല പച്ചപ്പും ഹരിതാപകരമുള്ള പാടായിട്ട് നടുകൂടി സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു റോഡ് കൂടി ഇങ്ങനെ നടന്നു പോകാൻ വൈബ് തന്നെ കേട്ടാ. അപ്പൊ നമ്മളെ രാത്രിക്കത്തെ ഡിന്നറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഡിന്നറിന് ചിക്കനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചിക്കൻ കൽക്കരി പോലെ ഇരിക്കുന്നത് രാത്രി ആയതുകൊണ്ടാണ്. ഇപ്പോൾ പിറ്റേ ദിവസമായിട്ടുണ്ട്. രാവിലെ തന്നെ ഞങ്ങൾ നീച്ചു വന്ന് നോക്കുമ്പോൾ ഒരാൾ വന്ന് വല എറിയണ സീനാണ് ഇപ്പോൾ ഞങ്ങൾ കാണുന്നത്. അപ്പം നമ്മൾ വൈകുന്നേരം വന്ന് അതേ പാടത്തേക്ക് തന്നെ സൺറൈസ് കാണാൻ വേണ്ടി ആണ് വന്നിട്ടുള്ളത്. ഇവിടെ രാവിലെ എല്ലാം മഞ്ഞൊക്കെ ആയിട്ട് പിന്നെയും ഇപ്പോഴും നല്ല അടിപൊളി വൈബ് തന്നെയാണ്. എന്താണ് എന്തോന്ന് തിരിച്ചാൻ തോന്നുന്നു. അപ്പം നമ്മൾ രാവിലെ തന്നെ നല്ല ചായ ഒക്കെ കുടിച്ച് നല്ല വൈബായിട്ട് ഇരിക്കുകയാണ്. ഫ്രണ്ടിലത്തെ ബാൽക്കണിയിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഹൗസ് ബോട്ടിൻ്റെ നല്ല അടിപൊളി ഫുഡും നല്ല സർവീസും ആണ്. നല്ല സ്റ്റാഫാണ്, നല്ല കമ്പനിയാണ്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് സ്റ്റേ ചെയ്ത് നല്ല റിസോർട്ട് അല്ല റൂമും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നല്ല അടിപൊളിയാണ്. പിന്നെ ഇവിടെ നല്ല അടിപൊളിയായിരുന്നു, നല്ല ആംബിയൻസ് ആണ്. ഞങ്ങളിവിടെ കുറേ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് അഫോർഡബിൾ പ്രൈസിൽ നല്ലൊരു സ്റ്റേ ആണ് ഞങ്ങൾക്ക് ഇവർ പ്രൊവൈഡ് ചെയ്തത്. മൊത്തം അടിപൊളിയായിരുന്നു. അപ്പം നമ്മൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ മറൈൻ ഡ്രൈവിലേക്കാണ് പോണത്. മറൈൻ ഡ്രൈവിലേക്ക് പോണ വീഡിയോ പാർട്ട് 2 ആണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ചേർന്ന എല്ലാവർക്കും ബൈ.